ഹായ് ഓൾ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ +1 +2യുടെ ബേസിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് മെഡിസിൻ, എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി, ഈ ഫീൽഡിലാണ് മെയിൻലി. അതുപോലെ മറ്റെല്ലാ ഫീൽഡ്സിലും കെമിസ്ട്രിയുടെ സ്കോപ്പും വളരെയധികമാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ ആണ്. സോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് മാറ്റർ. മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് കെമിസ്ട്രിയുടെ കൂടുതൽ സ്റ്റഡീസ് നടന്നു വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആറ്റത്തെക്കുറിച്ചാണ്. സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ എന്ന് പറയുന്നതാണ് ആറ്റം. സോ ഇതൊരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ആറ്റമാണ്. അതിൻ്റെ മീനിങ് ഇൻഡിവിസിബിൾ എന്നാണ് ആറ്റത്തിൻ്റെ മീനിങ്. ഇനി നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. സോ കെമിക്കൽ സയൻസിൽ 18th സെഞ്ച്വറി മുതലാണ് കെമിക്കൽ കോമ്പിനേഷൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ആൻ്റണി ലെവോയിസർ കെമിക്കൽ ബാലൻസ് യൂസ് ചെയ്ത് കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തുകയും കുറേ ലോസ് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇതിൽ പറയുന്നത് ഇൻ എവറി കെമിക്കൽ റിയാക്ഷൻ total mass of the reactant is equal to mass of all the products ആണ്. സോ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സീൽഡ് ഫ്ലാസ്കിൽ ഹി ടേക്കൺ ഹീറ്റഡ് മെർക്കുറി ആൻഡ് ആ സീൽഡ് ഫ്ലാസ്കിൽ എയറും ഉണ്ടായിരുന്നു. ആഫ്റ്റർ സെവറൽ ഡേയ്സ് ഒരു റെഡ് സബ്സ്റ്റൻസ് ഉണ്ടായി. അതിനെ മെർക്കുറി ഓക്സൈഡ് എന്ന് വിളിച്ചു. സോ ദ ഗ്യാസ് റിമൈനിങ് ഇൻ ദ ഫ്ലാസ്ക് വാസ് റെഡ്യൂസ്ഡ് ഇൻ മാസ് ആണ് ആൻഡ് ദ ഗ്യാസ് വാസ് നൈട്രജൻ. പിന്നീട് അദ്ദേഹം മെർക്കുറി ഓക്സൈഡ് എടുക്കുകയും അതിനെ ഹീറ്റ് ചെയ്ത് മെർക്കുറി ഓക്സൈഡ് റെഡ് കളറിലായതിനെ ഡീകമ്പോസ് ചെയ്ത് മെർക്കുറിയും ഓക്സിജനും ആക്കി മാറ്റി. സോ ഹി വെയ്റ്റഡ് ബോത്ത് മെർക്കുറി ആൻഡ് ഓക്സിജൻ ആൻഡ് ഇഫ് ഇറ്റ് കമ്പൈൻഡ് ഇറ്റ്സ് മാസ് വാസ് ഈക്വൽ ടു മാസ് ഓഫ് മെർക്കുറി ഓക്സൈഡ് വിച്ച് വാസ് ടേക്കൺ ഏർലിയർ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇൻ എവറി കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ഓൾ ദ റിയാക്ടൻറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ഓൾ ദ പ്രോഡക്ട്സ്. ഇനി പറയുന്നത് ജോസഫ് പ്രോസ്റ്റിൻ്റെ സെക്കൻഡ് ലോ ആണ്. ഇൻ എ ഗിവൺ കെമിക്കൽ കോമ്പൗണ്ട് പ്രപ്പോർഷൻ ബൈ മാസ് ഓഫ് ദി എലമെൻറ്റ് ദാറ്റ് കമ്പോസ് ഇറ്റ് ആർ ഫിക്സഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒറിജിൻ ഓഫ് ദ കോമ്പൗണ്ട് ഓർ മോഡ് ഓഫ് പ്രിപ്പറേഷൻ. ഒറിജിൻ എന്തായാലും മോഡ് എങ്ങനെയായാലും ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ എലമെൻസിൻ്റെ മാസിൻ്റെ പ്രപ്പോർഷൻസ് ആർ ഫിക്സഡ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്യുവർ വാട്ടറിൽ ഹൈഡ്രജൻ്റെ മാസ് ടു മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഓൾവേസ് 1:8 ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ് ഓഫ് വാട്ടർ. H2Oയിൽ സോഴ്സ് ഓഫ് വാട്ടർ എങ്ങനെയായാലും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആയിരിക്കും. സോ ഈ എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്താണ് ജോസഫ് പ്രോസ്റ്റ് പ്രപ്പോസ്ഡ് ദ സെക്കൻഡ് ലോ. ഇനി നമ്മൾ പഠിക്കുന്ന ലോ ഡാൾട്ടൺസ് അറ്റോമിക് തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. He stated that when two elements form more than one compound, mass of one element in this compound for a fixed mass of other element are in the ratio of small whole numbers. അതായത് കാർബൺ മോണോക്സൈഡ് contains 1.3321 grams of oxygen for each 1 grams of carbon, whereas carbon dioxide contains 2.6642 grams of oxygen for 1 grams of carbon. In other words, carbon dioxide contains twice the mass of oxygen as is contained in carbon monoxide. ഇനി നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ആണ്. സോ ഡാൾട്ടൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കെമിസ്റ്റ് ആണ്. ഈ പ്രപ്പോസ് ദാറ്റ് ഓൾ മാറ്റർ, ഏതൊരു മാറ്റർ ആകാം, വെദർ ഇറ്റ് ഈസ് എലമെൻറ്റ്, കോമ്പൗണ്ട് ഓർ മിക്സ്ചർ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. ആ സ്മോൾ പാർട്ടിക്കിൾസിനെ ഡാൾട്ടൺ നെയിംഡ് ആസ് ആറ്റംസ്. ആൻഡ് he also proposed several postulates. So the major postulates of Dalton's atomic theory are, first one, matter consists of indivisible atoms. Indivisible atoms കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. All the atoms of a given chemical element are identical in mass and in all other properties. Different chemical elements have different kinds of atoms, and in particular such atoms have different masses. And the fourth postulate is atoms are indestructible and retain their identity in chemical reactions. Fifth law is
The combination of a compound from its elements occurs through the combination of atoms of unlike elements in small whole number ratios. So, postulates of Dalton's atomic theory, 5 points. First one, matter consists of indivisible atoms. Matter is made up of many indivisible atoms. Second one, all the atoms of a given chemical element. In a chemical element, all the atoms are identical in mass and in different other properties they are identical. Third one is different chemical elements have different kinds of atoms and they have different masses. Fourth one, atoms are indestructible and retain their identity in chemical reactions. Fifth one, the formation of a compound from its elements occurs through combination of atoms of unlike elements in small whole number ratios. And Dalton's fourth postulate, that is, atoms are indestructible and they retain their identity in a chemical reaction, that is related to law of conservation of mass. Next we are learning what is an atom. As we learned earlier, atom means indivisible. It is derived from a Greek word. And indivisible, and it was proposed by Indian and Greek philosophers, and atom is considered as a building block of matter. Next we are learning about molecule. A molecule is an aggregate of at least two atoms in a definite arrangement held together by chemical forces. Many chemical forces are held together, and molecule is an aggregate form of at least two or more atoms. For example, while we are considering hydrogen gas, it is a pure element. It consisting of 2 hydrogen and 1 oxygen. H2O consider ചെയ്യുമ്പോൾ നമുക്കറിയാം it consisting of 2 hydrogen and 1 oxygen. And നമ്മൾ hydrogen gas മാത്രം consider ചെയ്യുമ്പോൾ it consists of 2 hydrogens. Hydrogen molecule symbolized as H2, which is a diatomic molecule, and all the group 17 elements, group 17 elements in the halogen group എല്ലാ elements, അതായത് fluorine, chlorine, bromine, iodine, F2, Cl2, Br2, I2, ഇവരെല്ലാം we are considering it as diatomic molecules because it contains 2 atoms. Okay, if a molecule contains more than 2 atoms, it is termed as polyatomic molecules. Example, ozone, it is O3. Water, H2O, it contains 3 molecules. NH3, it is ammonia, it contains 3 molecules. Next we are learning about elements. Substances can be either elements or compounds. Okay, substances are of 2 types, that are elements or compounds. Element means it is a substance that cannot be separated into simpler substances by chemical means. Chemical means ഉപയോഗിച്ച് സിംപ്ലർ ആക്കാൻ പറ്റാത്ത സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് it can be converted into simpler compounds. Okay, so it is found that 118 elements have been identified. ഇനി നമുക്ക് കുറച്ച് എലമെൻറ്റ്സും അതിൻ്റെ സിമ്പിൾസും പഠിക്കാം. അലുമിനിയം Al, ആർസനിക് As, ബേരിയം Ba, ബിസ്മുത്ത് Bi, ബ്രോമിൻ Br, ഫ്ലൂറിൻ, gold, hydrogen, iodine, iron, oxygen, phosphorus, platinum, potassium, silicon. These are important elements. Okay, calcium, carbon, chlorine. So these are all important. Next we are learning about SI units. SI units are the standard units, International System of Units, which is abbreviated as SI units. A full form of SI is International System of Units. Its abbreviation is SI. And for various physical quantities we can derive SI units. So there are 7 major physical quantities and their SI unit and their symbol are given here. Length is a physical quantity and SI unit is meter, symbol is small letter m. Next is mass and is name of SI unit is kilogram, symbol is kg. Time in seconds, small letter s. Electric current is a physical quantity. Its SI unit is ampere, capital letter A, since it's the name of the scientist. Scientist's name ആയതുകൊണ്ട് നമ്മൾ symbol capital letter A ആണ് കൊടുക്കുന്നത്. Temperature means its SI unit is Kelvin, capital letter K. Amount of substance, its SI unit is mole, small letter MOL. Luminous intensity, SI unit is candela, its
simple is small letter CD. Next we are learning many prefixes that we are using. അപ്പം നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ലാസ്റ്റ് അതിൻ്റെ SI യൂണിറ്റ് കൊടുക്കാറുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് SI യൂണിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ പഠിച്ചത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SI യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്. സോ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ ഒന്നും SI യൂണിറ്റ്സിൽ വരത്തില്ല. വി ആർ കൺസിഡറിങ് മീറ്റർ. സോ 1 സെൻറ്റിമീറ്ററിനെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മീറ്ററിൽ വേണം കൺവേർട്ട് ചെയ്യാൻ. അതായത് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻⁻² മീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 0.01 മീറ്റർ. 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ. 1 millimeter is equal to 10⁻³ meter or 0.001 meter. അതായത് SI യൂണിറ്റ്സിൽ വേണം നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെൻഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ലെങ്ത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് മീറ്ററിലായിരിക്കും. അപ്പോൾ നമ്മൾ മീറ്ററിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. സെൻറ്റിമീറ്റർ മില്ലിമീറ്ററിലൊക്കെയാണ് നമ്മൾ പ്രോബ്ലംസിൽ വരുന്നതെങ്കിൽ നമ്മളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നമുക്ക് കുറച്ച് പ്രിഫിക്സസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളും മീനിങ്ങും അത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ടെറ മീൻസ് സിമ്പിൾ ഇസ് T, ഇറ്റ്സ് മീനിങ് ഇസ് 10⁻12. സോ 1 terameter ഇസ് ഈക്വൽ ടു 10⁻12 മീറ്റർ. ജിഗ മീൻസ് ക്യാപിറ്റൽ ലെറ്റർ G 10⁻9. 1 gigameter is equal to 10⁻9 meter. Mega capital letter M 10⁻6. So 1 mega meter is equal to 10⁻6 meter. Next is kilo, small letter K 10⁻3. 1 kilometer is equal to 10⁻3 meter. Hectare, 1 hectameter is equal to 10⁻2 meter. 1 deca is equal to 10⁻1 meter. 1 deci is equal to 10⁻⁻1 meter. 1 centi is equal to 10⁻⁻2 meter. 1 milli is equal to 10⁻⁻3 meter. 1 micro is equal to 10⁻⁻6 meter. 1 nano is equal to 1 nanometer is equal to 10⁻⁹ meter. 1 pico is equal to 10⁻12 meter. So SI യൂണിറ്റിൽ വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ് ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. മാസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷനാണ് ഇനി പഠിക്കാനുള്ളത്. ഇതിലാണ് നമ്മൾ മോൾ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ എ മോൾ? മോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ യൂണിറ്റ് ആണ്. സോ മാസ് ഓഫ് എൻ ആറ്റം ഓർ എ മോളിക്യൂൾ ഇസ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്പർ ഓഫ് റിയാക്ടിങ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ്. മാസിനെക്കാളും സിഗ്നിഫിക്കൻ്റ് ആണ് നമ്പർ ഓഫ് റിയാക്ടിങ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് എക്സ്പെരിമെൻ്റലി iron and sulfur do not react with each other in a simple mass ratio. അതായത് 1:1 റേഷ്യോയിൽ നമ്മൾ അയണിനെയും സൾഫറിനെയും അതായത് Fe and S എടുക്കുകയാണെങ്കിൽ സം സൾഫർ ഇസ് ലെഫ്റ്റ് അൺറിയാക്റ്റഡ്. 1:1 റേഷ്യോയിൽ എടുക്കുകയാണെങ്കിൽ അയണും സൾഫറിനെയും എടുക്കുമ്പം സം സൾഫർ ഇസ് ലെഫ്റ്റ് അൺറിയാക്റ്റഡ്. ആൻഡ് 2:1 റേഷ്യോയിൽ അയണും സൾഫറും എടുക്കുകയാണെങ്കിൽ സം സോർട്ട് ഓഫ് അയൺ ഇസ് ലെഫ്റ്റ് അൺറിയാക്റ്റഡ്. അപ്പം Fe + S gives FeS എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നിന്നും ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് 1 atom of iron reacts with 1 atom of sulfur to form 1 molecule of iron sulfide. ഒരു FeS ഉണ്ടാകാൻ വേണ്ടിയിട്ട് 1 iron + 1 sulfur is required. It means that if we had taken equal number of atoms of iron or sulfur, equal ആയിട്ടുള്ള അയണും സൾഫറും എടുക്കുകയാണെങ്കിൽ both of them react completely. So substance react in a simple ratio by number of atoms or molecules. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു മോളിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. സോ മോൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എക്സ്പ്രസ് ചെയ്യാൻ നമ്പർ എക്സ്പ്രസ് ചെയ്യാൻ ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ്. ലൈക്ക് ഡോസൻ ഇറ്റ് മീൻസ് 12.
പിന്നെ നമ്മൾ സ്കോർ, ഗ്രോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്പർ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് റിലവൻറ്റ് ദാൻ മാസ്. മാസിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോ ലാർജ് നമ്പേഴ്സ് ആർ കോമൺലി റെപ്രസെൻറ്റഡ് ബൈ എ യൂണിറ്റ് കോൾഡ് മോൾ ആണ്. സോ നമ്മൾ കെമിസ്ട്രിയിൽ മോൾ യൂസ് ചെയ്തിട്ടാണ് large numbers are commonly expressed as mole. Okay, so a mole is amount of substance that contains as many elementary entities as there are atoms in exactly 0.01 kg or 12 grams of C12 isotope. Carbon 12 isotopes in the 12 grams in equivalent and a mole, a amount of substance that contains as many elementary entities as there are atoms in exactly 12 grams of carbon 12 isotopes. Okay, and mole, the word mole is derived from a Latin word moles, moles, that means heap or pile, and it is found by a chemist William Oswald, and it is more than 100 years ago. Next we are learning Avogadro constant. So what is meant by an Avogadro constant? It was proposed by the scientist Emilio Avogadro. So in the previous sections we have learned that mole of a substance is the amount which contains as elementary entities which is equal to 12 grams of carbon 12 isotopes. The definition gives us a method by finding amount of substance if we know the elementary entities or vice versa. Okay, so what does mean by an Avogadro constant? Avogadro constant is equal to 6.022 into 10 raised to 23 per mole or mole raised to minus 1. Okay, so actually the value is 6.022045 into 10 raised to 23. It is rounded as 6.022 into 10 raised to 23. So 1 mole is equal to 1 mole എന്ന് പറയുന്നത് 6.022 into 10 raised to 23 per moles ആണ്. Okay, so basic idea was convinced by the Italian scientist Emilio Avogadro. So Avogadro's constant, it is known as Avogadro's constant. It is also indicated as Na. Okay, ഇനി നമ്മൾ പഠിക്കുന്നത് Avogadro കോൺസ്റ്റൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മോളാർ മാസ് ആണ്. മോളാർ മാസ് ഇസ് ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസും അതിൻ്റെ എലമെൻ്ററി എൻറ്റിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. എലമെൻറ്റ്സ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കോപ്പർ വിച്ച് എക്സിസ്റ്റ് ഇൻ ദ അറ്റോമിക് ഫോം ആണ്. അപ്പോൾ അതിൻ്റെ എലമെൻ്ററി എൻറ്റിറ്റി എന്ന് പറയുന്നത് ആറ്റമാണ്. ഇനി മോളിക്കുലർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ. ഇറ്റ് എക്സിസ്റ്റ് ആസ് O2 into H2. സോ ഇറ്റ്സ് എലമെൻ്ററി എൻറ്റിറ്റി ഇസ് മോളിക്യൂൾ. ഇനി മോളിക്കുലർ കോമ്പൗണ്ട്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അമോണിയ NH3, വാട്ടർ H2O, മീത്തേൻ CH4. ഇതെല്ലാം മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ അയൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് Na+, Cu2+, Ag+, Cl-, O2-. Okay, this exists as iron. Next is ionic compounds like NaCl, NaNO2, K2CO3. These all exist as a formula unit. So what is meant by formula unit? Formula unit of a compound contains as many atoms or ions of different types as it is given in the chemical formula. Chemical formula തന്നിട്ടുള്ളതുപോലത്തെ ആറ്റംസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയോൺസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഫോർമുല യൂണിറ്റ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫോർമുലാസ് ആണ്. ആറ്റംസ് ഓർ അയൺസ് പ്രസൻറ്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് H2O എന്ന് പറയുമ്പം ഇറ്റ് കണ്ടെയ്ൻസ് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 ആറ്റം ഓഫ് ഓക്സിജൻ. H2Oയിൽ 2 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ ആറ്റമാണുള്ളത്. NH3 എന്ന് പറയുമ്പം ഇറ്റ് കണ്ടെയ്ൻസ് 1 ആറ്റം ഓഫ് നൈട്രജൻ ആൻഡ് 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. NaCl എന്ന് പറയുമ്പം 1 Na+ ion and 1 Cl- ion. NaCl exists as ionic forms. Individually it exists as ionic forms. ഇനി NaNO2 എന്ന് പറയുമ്പം NaNO3 എന്ന് പറയുമ്പം 1 Na+ 1 NO3- അയണുമായിരിക്കും. K2SO4 എന്ന് പറയുമ്പോൾ 2 K+ ions 1 SO4 2- അയണുമായിരിക്കും. Ba3PO4 twice എന്ന് പറയുമ്പം 3 Ba2+ ions and 2 PO4 3- ions. Okay, so while considering 1 mole of carbon, it contains 6.022 into 10 raised to 23 carbon atoms. Now 1 mole of oxygen എടുക്കുമ്പം it is 1 mole. So it is considered as 6.022 into 10 raised to 23 O2 molecules.
ഇനി 1 mole of H2O, 1 mole of NaCl, 1 mole of Ba2 plus ions ഇതെല്ലാം എടുക്കുമ്പോൾ it contains 6.022 into 10 raised to 23 of the corresponding molecules. Okay, next we are learning 1 mole of oxygen എടുക്കുമ്പം അതിൽ 6.022 into 10 raised to 23 molecules of oxygen ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 0.5 moles എടുക്കുമ്പം 0.5 into 6.022 into 10 raised to 23 molecules ആയിരിക്കും ഉണ്ടാകുന്നത്. That is equal to 3.011 into 10 raised to 23 molecules of oxygen. If you are taking നമ്മളിപ്പം 1 mole എടുക്കുമ്പം 6.022 into 10 raised to 23 molecules ആണെങ്കിൽ 0.5 moles എടുക്കുമ്പം അതിൽ 3.011 into 10 raised to 23 molecules ആണ്. അതുപോലെ 0.1 moles എടുക്കുമ്പോൾ mole of O2 എടുക്കുമ്പോൾ it contains 0.1 into 6.022 into 10 raised to 23 which is approximately equal to 6.022 into 10 raised to 22 molecules of O2. Next we are learning mole, mass and number relationship. മോളും മാസും നമ്പേഴ്സിൻ്റെയും റിലേഷൻസ് ആണ് പഠിക്കുന്നത്. സോ നമ്മൾ പഠിച്ചു 1 mole is equal to Na which is Avogadro constant 6.022 into 10 raised to 23 elementary entities. So molar mass is equal to mass of 1 mole of a substance. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിന് ഈക്വൽ ആണ് മോളാർ മാസ് എന്ന് പറയുന്നത് which is equal to 1 mole, that is equal to mass of 6.022 into 10 raised to 23 elementary entities. Next we are learning atomic mass unit. So by international agreement vary unit of mass is expressed as AMU, atomic mass unit. Mass of one C12 atom is taken as exactly 12 AMU. Thus C12 atom serves as the standard. Atomic mass unit is defined as a mass exactly equal to 1 by 12th mass of one carbon 12 atom. So atomic mass unit is defined as a mass exactly equal to 1 by 12th mass of one carbon 12 atom. So 1 AMU is equal to mass of 1 C12 atom divided by 12. So now ഇപ്പോൾ നമുക്ക് അറ്റോമിക് മാസ് യൂണിറ്റിനെ മോഡിഫൈ ചെയ്തിട്ട് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സിംബലൈസ്ഡ് ആസ് സ്മോൾ ലെറ്റർ യു. ഓക്കെ, സോ അനദർ നെയിം ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റ് AMUയുടെ അനദർ നെയിം എന്ന് പറയുന്നത് ഡാൾട്ടൺ ആണ്. ക്യാപിറ്റൽ ലെറ്റർ D, സ്മോൾ ലെറ്റർ A. ഇൻ റെസ്പെക്ട് ടു ദ സയൻറ്റിസ്റ്റ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ലേണിംഗ് റിലേറ്റീവ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ മാസസ്. So what is meant by relative atomic mass? It is expressed as average mass of one atom of the element divided by 1 by 12th of the mass of one C12 atom. Or relative molecular mass endana average mass of one molecule of the substance divided by 1 by 12th of the mass of one C12 atom. So we are aware that atomic mass scale is relative scale with C12 atom. അല്ലേ, അറ്റോമിക് മാസിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് C12 ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. So it is taken as a standard. So relative masses of atoms and molecules are the numbers of times each atom or molecule is heavier than 1 by 12th mass of one C12 atom. So what is relative atomic mass or relative molecular mass? Relative atomic mass is equal to average mass of one atom of the element divided by 1 by 12th of the mass of one C12 atom. Or relative molecular mass is average mass of one molecule of the substance divided by 1 by 12th mass of one C12 atom. So experiment shows that one oxygen 16 atom is 1.33 times as heavy as C12 atom. C12 ആറ്റത്തിനെയും കാട്ടും 1.33 ടൈംസ് ഹെവിയർ ആണ് ഓക്സിജൻ 16 ആറ്റം. ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 is equal to 1.33 into 12 which is approximately equal to 16. അറ്റോമിക് മാസ് നമ്മൾ എഴുതുന്നത് എപ്പോഴും 16 ആണ്. ദാറ്റ് is actually calculated in this way. സോ ഇനി റിലേറ്റീവ് അറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റിലേറ്റീവ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ആർ കൺസിഡറിങ് വാട്ടർ H2O contains 2 atoms of hydrogen and 1 atom of oxygen. So relative molecular mass of water എന്ന് പറയുന്നത് 2 into relative atomic mass of hydrogen plus
relative mass of oxygen. 2 into relative mass of hydrogen, 2 is considered as, since 2 atoms of hydrogens. So 2 into 1, 2 into relative atomic mass of hydrogen, it is 1, plus 16, which is relative atomic mass of oxygen, that is 2 plus 16 is 18. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആ ജസ്റ്റ് നമ്പേഴ്സ് ആൻഡ് ദേ ആർ ഡയമെൻഷൻസും ഇല്ല, അവർക്ക് യൂണിറ്റ്സും ഇല്ല, ദേ ആർ ജസ്റ്റ് എ നമ്പർ. സോ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെരിമെൻ്റലി ഇൻ എ സിമിലർ മാനർ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് H2O എടുക്കുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ 2 ഇൻറ്റു റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് ബ്രാക്കറ്റ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക് അറ്റോമിക് മോളിക്കുലാർ ആൻഡ് ഫോർമുല മാസസ് ആണ്. സോ റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 is equal to 16. So that is also equal to mass of 1 oxygen 16 atom divided by 1/12 mass of 1 C12 atom. അപ്പോൾ നമുക്കറിയാം 1 AMU എന്ന് പറയുന്നത് 1/12 mass of 1 C12 atom ആണ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12 മാസിന് ഈക്വൽ ആണ്. സോ 1 AMU ആണ് ഇങ്ങനെ പറയുന്നത്. സോ നമുക്കറിയാം 16 is equal to mass of 1 oxygen 16 atom divided by 1 AMU. So mass of 1 oxygen 16 atom is equal to 16 AMU. Okay, നമ്മളത് ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നതാണ്. സോ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 is equal to 16 AMU. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സാമ്പിൾ 1.1 ആണ്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് അമോണിയ NH3. സോ NH3 എന്ന് പറയുമ്പം അതിൽ 1 മോളിക്യൂൾ ഓഫ് NH3 എന്ന് പറയുമ്പം അതിൽ 1 നൈട്രജൻ ആറ്റം ആൻഡ് 3 ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. സോ മോളിക്കുലർ മാസ് ഓഫ് NH3 എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ, സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 നൈട്രജൻ, നമ്മൾ വെറുതെ അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു, പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 3 NH3 ആണ്. സോ 3 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. സോ അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ 14 ആണെന്നറിയാം. 14 പ്ലസ് 3 ഇൻറ്റു 1, since atomic mass of hydrogen is 1. ഇത്രയും AMU ആണ്. So answer is 17 AMU. Next example 1.2. Calculate the formula mass of sodium chloride NaCl. So ഇതിൽ നമുക്കറിയാം formula mass ആണ്. 1 formula unit of sodium chloride contains 1 Na plus ion and 1 Cl minus ion. Okay, formula mass of NaCl എന്ന് പറയുമ്പോൾ ionic mass of Na plus ionic mass of Cl minus. സോ Na പ്ലസിൻ്റെ അയണിക് മാസ് എന്ന് പറയുന്നത് 23 AMU, ക്ലോറിൻ അയണിൻ്റെ അയണിക് മാസ് 35.5 AMU ആണ്. സോ സം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 58.5 AMU. ദീസ് ആർ ബേസിക് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വി ആർ ലേണിംഗ് മോളാർ മാസസ്. സോ നമുക്കറിയാം മോളാർ മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിന് ഈക്വൽ ആണ് മോളാർ മാസ്. So 1 mole is equal to, or molar mass is equal to mass of 6.022 into 10 raised to 23 elementary particles. നമ്മൾ പഠിക്കുന്നത് മോളാർ മാസ് ഓഫ് ആൻ എലമെൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് കുറേ എലമെൻറ്റ്സും അതിൻ്റെ മോളാർ മാസും റിലേറ്റീവ് അറ്റോമിക് മാസുമാണ് കൊടുത്തിരിക്കുന്നത്. സോ മോളാർ മാസ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 is 12. A 12 gram sample of it would contain 6.22 into 10 raised to 23 atoms. Okay, so 12 gram sample ആയിരിക്കും 6.022 into 10 raised to 23 atoms ഉണ്ടാവുന്നത്. സോ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഓക്സിജൻ ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ 16 grams. അപ്പോൾ 16 grams-ലായിരിക്കും 6.022 into 10 raised to 23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവുന്നത്. സോ ഇനി മെയിൻലി കുറേ എലമെൻറ്റ്സും അതിന് റിലേറ്റീവ് അറ്റോമിക് മാസുമാണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ സിമ്പൽ H. സോ റിലേറ്റീവ് അറ്റോമിക് മാസ് ഇസ് 1. Carbon 12, nitrogen 14, oxygen 16, sodium 23, phosphorus 31, sulfur 32, chlorine 35.5, potassium 39.1, iron 55.9. These are the important element and their relative atomic mass. They should be by hearted. Okay, എന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വി ആർ ലേണിംഗ് മോളാർ മാസ് ഓഫ് എ മോളിക്കുലാർ സബ്സ്റ്റൻസ്. ഒരു മോളിക്കുലാർ സബ്സ്റ്റൻസിൻ്റെ മോളാർ മാസിനെ കുറിച്ചാണ് പറയുന്നത്. സോ മോളാർ മാസ് of such a substance would be 6.022 into 10 raised to 23 molecules. So while we are considering water H2O,
അതിൻ്റെ റിലേറ്റീവ് മോളിക്കുലർ മാസ് 18 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ therefore 18 grams of it would contains 6.022 into 10 raised to 23 molecules. Hence, its molar mass is 18 gram per mole or 18 gram mole raised to minus 1. So, molar mass of water ആണ് നമ്മൾ എടുക്കുന്നത് H2O. So, H2O എന്ന് പറയുമ്പം 2 atoms of hydrogen and 1 atom of molecules. Okay, so 2 into molar mass of hydrogen plus molar mass of oxygen. So, 2 into 1 plus 16, which is equal to 18 grams per mole. Okay. Next we are learning molar mass of ionic compounds. Ionic compounds in the molar mass ne kurichana parayunnathu. So ionic compounds in the molar mass is mass of 6.022 into 10 raised to 23 formula units ആയിരിക്കും. Okay, so mass of NaCl എടുക്കുമ്പോൾ molar mass of Na plus molar mass of Cl minus. So 23 plus 35.5. Okay, that is 58.5 gram per mole. Unit of molar mass, this is very important, that is gram per mole, or it can be written as gram mole raised to minus 1. In the next example 1.3 ആണ് calculate the molar mass എന്നാണ് പറയുന്നത്. K2SO4 Ba3PO4 twice ആണ്. Okay, ഇനി molar mass of K2SO4 എന്ന് പറയുമ്പോൾ ഇവിടെ potassium 2, okay, 2 moles of potassium ഉണ്ട്. So 2 into molar mass of K plus molar mass of SO4 2 minus. So ഇതിനെ modify ചെയ്യുമ്പം 2 into molar mass of K plus kept it aside plus bracketൽ molar mass of sulfur plus 4 into molar mass of oxygen. So നമുക്ക് calculate ചെയ്യുമ്പം നമുക്ക് കിട്ടും 174.3 gram per mole. 174.3 gram mole raised to minus 1. Next we are doing molar mass of Ba3PO4 twice. 3 into molar mass of Ba2 plus 2 into molar mass of PO4 3 minus, and the result is 601.9 gram per mole. Next we are learning find out the mass of carbon 12 that would contain 1 into 10 raised to 19 carbon 12 atoms. Okay, അപ്പോൾ നമുക്കറിയാം mass of 6.022 into 10 raised to 23 carbon 12 atomsൻ്റെ mass എന്ന് പറയുന്നത് 12 gram ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത്, അപ്പോൾ നമുക്കറിയാം mass of 6.022 into 10 raised to 23 കാർബണിൻ്റെ മാസിനെയാണ് നമ്മൾ 12 grams എന്ന് പറയുന്നതെങ്കിൽ mass of 1 carbon എത്രയായിരിക്കും? 12 by 6.022 into 10 raised to 23. അങ്ങനെയാണെങ്കിൽ mass of 1 into 10 raised to 19 കാർബൺ ആകുമ്പം എന്തായിരിക്കും? 12 into 1 into 10 raised to 19 divided by 6.022 into 10 raised to 23. അതായത് mass of 6.022 into 10 raised to 23 കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് 12 grams ആണെങ്കിൽ 6.022 into 10 raised to 23 കാർബൺ ആറ്റത്തിൻ്റെ മാസാണ് 12 grams. അപ്പം നമുക്ക് ഒരെണ്ണത്തിൻ്റെ അറിയണമെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 6.022 into 10 raised to 23. പിന്നെ നമുക്ക് 1 into 10 raised to 19 കാർബൺ 12ൻ്റെ മാസാണ് അറിയേണ്ടതെങ്കിൽ ആ ആൻസറിനെ മാസ് ഓഫ് 1 കാർബണിൻ്റെ കൂടെ നമ്മൾ ഇൻറ്റു 1 into 10 raised to 90 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആൻഡ് ദ യൂണിറ്റ് ഇസ് ഗ്രാം. നെക്സ്റ്റ് ഇസ് എക്സാമ്പിൾ 1.5. How many molecules are present in 100 grams of sample of NH3? So molar mass of NH3, ammonia, is 14 plus 3, 17 gram per mole. So 17 gram sample of NH3 contains 6.022 into 10 raised to 23 molecules. So 17 grams contains 6.022 into 10 raised to 23. അങ്ങനെയാണെങ്കിൽ 1 gram of NH3 contains 6.022 into 10 raised to 23 divided by 17. നമുക്ക് 100 gram sample ആണെങ്കിൽ 6.022 into 10 raised to 23 molecules divided by 17 എന്ന് നേരത്തെ കിട്ടിയതിൻ്റെ കൂടെ we have to multiply 100 since 100 gram sample ആണ് നമുക്ക് അറിയേണ്ടത്. So answer is 35.42 into 10 raised to 23 molecules, and can be modified as 3.542 into 10 raised to 24 molecules. Next is example 1.6. Molar mass of oxygen is 16 gram per mole. What is the mass of one atom and one molecule of oxygen? So mass of 1 mole or 6.022 into 10 raised to 23 atoms of oxygen is 16 gram. So
6.022 into 10 raised to 23 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 gram ആണെങ്കിൽ മാസ് ഓഫ് 1 ആറ്റം അങ്ങനെ ആവുമ്പോൾ 16 divided by 6.022 into 10 raised to 23 which is equal to 2.66 into 10 raised to minus 23 grams. Okay, 10 raised to 23 in denominator, numerator like varumbom 10 raised to minus 23 enagum. Since a molecule of oxygen contains 2 atoms, its mass is 2 into 2.66 into 10 raised to minus 23 grams. Okay, that is 5.32 into 10 raised to minus 23 grams. Next is a relation between mass, molar mass and number of moles. So molar mass, it is indicated by the letter capital M. So നമുക്കറിയാം molar mass is equal to mass of 1 mole of a substance. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിന് ഈക്വൽ ആയിരിക്കും മോളാർ മാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 grams per mole ആണ്. If we have 18 grams of water, 18 grams of water ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ 1 mole എന്ന് പറയും. 1 mole of water is equal to 18 grams of water. Suppose നമുക്ക് 36 grams of water ആണെങ്കിൽ 36 എന്ന് പറഞ്ഞാൽ 18 into 2 ആണ്. അവിടെ നമുക്ക് പറയാം 36 grams of water is equal to 2 moles of water. Okay, so it is equal to n into 18 grams, okay, or n moles. So it can be generalized as number of moles indicated by the letter small letter n. Number of moles എന്ന് പറയുന്നത് small letter n ആണ്. It is equal to mass divided by molar mass. Mass of the substance divided by molar mass of the substance. Small letter n is equal to mass by molar mass. ഇനി നമുക്ക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ just interchange number of moles into molar mass of the substance. ഇനി ഒരു റിയാക്ഷനിൽ ഓക്കെ നെക്സ്റ്റ് വി ആർ ഡൂയിങ് an example questions 1.7. In a reaction 0.5 mole of aluminium is required. Calculate the amount of aluminium required in grams. So atomic mass is given as 27 AMU. So molar mass of aluminium എന്ന് പറയുന്നത് 27 grams per mole ആണ്. റിക്വയർഡ് മാസ് നമ്മൾ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് multiply. So number of moles into molar mass 0.5 into 27 which is 13.5 grams. Next we are discussing molar volume. Molar volume is a volume of 1 mole of a substance. Molar mass എന്ന് പറഞ്ഞാൽ mass of 1 mole of a substance ആണ്. Molar volume എന്ന് പറഞ്ഞാൽ volume of 1 mole of a substance. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 mole of a substance. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് മോളാർ മാസ്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 1 mole volume of 1 mole of a substance. So molar volume എന്ന് പറഞ്ഞാൽ molar mass by density. Molar mass divided by density is equal to molar volume. So ഗ്യാസുകളുടെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് അറ്റ് STP ആണ്. For this purpose 0 degree Celsius or 273 Kelvin temperature നമ്മൾ 0 degree Celsius അല്ലെങ്കിൽ 273 Kelvin ആണ് സ്റ്റാൻഡേർഡ് ആക്കി യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ STPയിലായിരിക്കും ഗ്യാസുകളുടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ 0 degree Celsius അല്ലെങ്കിൽ 273 Kelvin യൂഷ്വലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അപ്പോൾ നമ്മൾ 273 Kelvin ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, സെൽഷ്യസിലും യൂസ് ചെയ്യാം. ആൻഡ് 1 bar pressure is taken as standard pressure. So at STP molar volume, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത് 22.7 liters ആണ്. നോട്ട് എക്സാക്ട്ലി 22.7, ബട്ട് നമ്മൾ നമ്മുടെ പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ട് at STP molar volume is considered as 22.7 liter per moles. Okay. Next we are discussing molecular mass and empirical formula. So what does mean by molecular formula and empirical formula? ഇത് abbreviated formula ഉള്ളതാണ് empirical formula. It is expressed in the simplest ratio. ആൻഡ് ഫുള്ളി നമ്മൾ പറയുന്ന ഒരു ഇക്വേഷൻ പറയുന്നതിനാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് molecular formula shows actual number of atoms of different elements in a molecule of a compound. ഒരു കോമ്പൗണ്ടിലെ മോളിക്യൂൾസിൽ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആക്ച്വൽ നമ്പർ എത്രയാണോ അതായിരിക്കും മോളിക്കുലാർ ഫോർമുലയിൽ കാണിക്കുന്നത്. എംപിരിക്കൽ ഫോർമുല ഇസ് ഓൾവേസ് ദ ഷോർട്ടസ്റ്റ്. മോളിക്കുലാർ ഫോർമുലയിൽ സിംപ്ലസ്റ്റ് റേഷ്യോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ
ഒന്നുകൂടെ പറയാം. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ നമ്പർ ആയിരിക്കും ഒരു മോളിക്കുലാർ ഫോർമുല എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് എംപിരിക്കൽ ഫോർമുല അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ empirical formula of glucose. So glucose consisting of carbon, hydrogen and oxygen. So empirical formula in the ratio 1:2:1 ആണ്. അപ്പോൾ നമ്മൾ അതിനെ CH2O എന്നാണ് പറയുന്നത്. So molecular formula of glucose C6H12O6. സോ ഇതിനെ നമ്മൾ എബ്രിവേറ്റ് ചെയ്ത് സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കുമ്പം 1:2:1 റേഷ്യോയിലാണ് CH2O എന്ന റേഷ്യോയിലായിരിക്കും എംപിരിക്കൽ ഫോർമുലയിൽ വരുന്നത്. ആൻഡ് ഇൻ മോളിക്കുലാർ ഫോർമുല CH6H12O6. സോ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല CH6H12O6 ആണ്. എംപിരിക്കൽ ഫോർമുല CH2O. ഇൻ ദ സെയിം കേസ് സുക്രോസ് C12H22O11 ആണ്. അതിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുലയിൽ C12H22O11 കെയിൻ ഷുഗർ എന്നും പറയും. ഓക്കെ, in this case molecular formula and empirical formula is same. Okay, it cannot express as a simplest form. So ഗ്ലൂക്കോസിൻ്റെ കേസിൽ നമുക്ക് മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും ഉണ്ട്. മോളിക്കുലാർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഇസ് C6H12O6 and empirical formula is CH2O. And in case of sucrose, molecular formula and empirical formula are the same, C12H22O11. Okay, അതുപോലെ as you know, common salt, it consisting of sodium chloride NaCl. This salt is ionic in nature and does not exist in molecular form. ഇത് അയണിക് ആണ്, അതുകൊണ്ട് തന്നെ അതിന് മോളിക്കുലാർ ഫോമിൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. So NaCl is the empirical formula which shows that sodium and chlorine atoms are present in NaCl in the ratio 1:1. Similar is the case with all ionic substances KCl, NaNO3, MgO. ഇതിലെല്ലാം empirical examples of empirical formula as these all are ionic compounds. ഇതെല്ലാം ionic compounds ആയതുകൊണ്ട് it exists in empirical forms. Okay, ഇനി കുറച്ച് സബ്സ്റ്റൻസും അതിൻ്റെ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അമോണിയന് മോളിക്കുലാർ ഫോർമുല NH3, എംപിരിക്കൽ ഫോർമുല NH3. കാർബൺ ഡയോക്സൈഡ് CO2, എംപിരിക്കൽ ഫോർമുല CO2. ഈഥെയ്ൻ C2H6. So it can be represented in the simplest formula. So molecular formula ആണ് C2H6, അപ്പോൾ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല CH3. ഫ്രക്ടോസിൻ്റെത് C6H12O6 ആണ്, അതിൻ്റെ എംപിരിക്കൽ ഫോർമുല CH2O. സൾഫർ S8 ആണ്, അതിൻ്റെ എംപിരിക്കൽ ഫോർമുല S. ബെൻസീൻ C6H6 ആണ്, ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല CH. സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ പറഞ്ഞു അതെല്ലാം അയണിക് ഫോംസിലാണ്, അപ്പോൾ അതിന് മോളിക്കുലർ ഫോർമുലാസ് ഇല്ല. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എംപിരിക്കൽ ഫോർമുലാസ്. സോ സോഡിയം ക്ലോറൈഡ് ഇസ് NaCl, കാൽഷ്യം ക്ലോറൈഡ് ഇസ് CaO.